നമ്മൾ എന്ത് ആർത്തിയാണ് ഈ കാണിക്കുന്നത്? നമ്മുടെ സഹോദരന് കിട്ടണം, എനിക്ക് വേണ്ട, എന്റെ കൂട്ടുകാരൻ ചിരിക്കട്ടെ, എന്റെ വീട്ടിൽ ഞാൻ കണ്ണീരടക്കി കഴിയാം, പക്ഷെ എന്റെ കൂടെയുള്ള പാവപ്പെട്ടവര് പുഞ്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി. ജാതിയും മതവും അതിൽ പ്രശ്നമല്ലെന്നാണ്. നമ്മുടെ അയൽപക്കങ്ങളിൽ കഷ്ടപ്പെടുമ്പോ അത് ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും അവർക്ക് സഹായം എത്തിച്ചിട്ട് നമ്മൾ പട്ടിണി കിടന്നാലും സാരമില്ല എന്ന് ചിന്തിക്കേണ്ടവനാണ് മുസ്ലിം. അല്ലേ? നമ്മുടെ വിശ്വാസം അതല്ലേ പഠിപ്പിച്ചത്? എങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വിഷ്കന്മാരായി പോയത്? ഖാലിദ് തങ്ങൾ ആ നേരത്ത് പറഞ്ഞൊരു വാക്കുണ്ട് മുഅ്മിനെ, ആ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചിട്ട് നിർത്തം നിന്നു റബ്ബേ, ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി ഞാൻ 6 ആളുടെ അരികത്ത് ഓരോരുത്തരരികത്തും ചെന്ന് നോക്കി, കുടിച്ചോളൂ കുടിച്ചോളൂ, 6 ഒരാൾ പോലും ആ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചാൽ അവിടെ ഷഹീദാകാൻ കിടക്കുന്ന അടുത്താക്ക് വെള്ളം ഇനി വേറല്ല, ആകെ ഒരു കപ്പുള്ളൂ അവിടെ. ഇർമൂക്ക് യുദ്ധമാണ്, ഇർമൂക്കിൽ വെച്ച് നടന്ന യുദ്ധം. സുബ്ഹാനല്ലാഹ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ റബ്ബേ, അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കണേ. ഫഇന്നഹും ഖദ് ഖറജൂ ഫീ സബീലിക റബ്ബേ, നിന്റെ വഴിയിലാണ് അവർ വന്നത്. അല്ലാഹുമ്മ ജുമഅനാ ബിഹിം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി കാണിച്ചു തരണേ റബ്ബേ. ഈ വെള്ളം ഞാൻ കൊടുത്തിട്ട് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കണേ. ദുനിയാവിലെ വെള്ളം അവർ കുടിച്ചിട്ടില്ല റബ്ബേ, നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിന്റെ വെള്ളം നീ കുടിപ്പിക്കണേ എന്ന് ആ വെള്ളം പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. വെള്ളം കുടിച്ചില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മുടെ ഈ ഉമ്മത്ത്. നബി തങ്ങളുടെ ഓ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബിനെ കൊല്ലാൻ വന്ന വാപ്പയുടെ മോനാണിത് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ തലയിലേക്ക് കല്ല് വാരിയിടാൻ വന്ന ആള്, ഹബീബിനെ ദ്രോഹിച്ച ആള്. ഹബീബ് നിസ്കരിക്കുമ്പോൾ ആരാണ് ഒട്ടകത്തിന്റെ അറവ് നൽകപ്പെട്ട അറുത്ത ഒരു ഒട്ടകത്തിന്റെ നാറുന്ന ബ്ലാഡറും അതിന്റെ കുടലുകളും ആരാണ് കൈകൊണ്ട് വാരിയിട്ട് സുജൂദിൽ കിടക്കുന്ന ഹബീബിന്റെ തോളിലേക്ക് ഇടുക എന്ന് നബി തങ്ങൾ അപമാനിക്കാനും ഹബീബിന്റെ നിസ്കാരത്തോട് വെറുപ്പുണ്ടായിട്ട് അബൂജഹലാണ് ഇത് ചെയ്യിപ്പിച്ചത്. അഷ്ഖൽ ഖൗം അത് ചെയ്തു. ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, ഉമ്മത്തു ദഅവയിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ചെയ്തു അത് ആ ഹബീബായ നബി തങ്ങളുടെ പുണ്യമേനയിലേക്ക് ചീഞ്ഞു നാറുന്ന സർവ്വതും വാരിയെറിഞ്ഞിരുന്ന ഹബീബിനെ കൊല്ലാൻ വേണ്ടി 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടാക്കിയ ആള്, മുത്തുനബിയെ കൊല്ലാൻ 11 വധശ്രമം ചെയ്ത ആള്, ആ ആളിന്റെ മോനാണ് ഈ ഉമ്മത്തിന്റെ നന്മയുടെ സുഗന്ധമായി സുഹൃതമായി മാറിയ ഇക്രിമ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ദീനിലേക്ക് വന്നതെന്നറിയുമോ? ഹബീബിന്റെ സരളമായ സ്വഭാവ ഗുണം കണ്ടപ്പോഴാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബിന്റെ രീതിയും സ്വഭാവ രീതിയും ഹബീബിന്റെ സംസാര രീതിയും അങ്ങനെയായിരുന്നു. നബിയെ, അങ്ങയുടെ സ്വഭാവം വല്ലാത്തതാണല്ലോ. അവര് മുഴുവനും ആകർഷിച്ചത് ആ ഒരു രീതിയാണ്, ഉപദേശത്തിന്റെ രീതി അതാണ്. സാരോപദേശം നടത്തുമ്പോ അങ്ങനെയാ ചെയ്യേണ്ടത്. കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചുവല്ലോ, മാ തറൗന അന്നി ഫാഇലും ബികും. മക്ക വിജയം നടക്കുമ്പോ, മക്കം ഫത്ഹ് നടക്കുമ്പോ, ഹിജ്റയുടെ 8-ാം വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച മുഴുവൻ ആളുകളും മുമ്പിലുണ്ടായിരിക്കെ കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് നബി ചോദിച്ചത്. മുഴുവൻ ആളുകളും, എല്ലാ ക്രിമിനലുകളും ഹബീബിന്റെ മുന്നിലുണ്ട്. പഞ്ചപുച്ഛമടക്കിയവർ കീഴടങ്ങിയിരിക്കുന്നു, ആയുധം വെച്ച് കീഴടങ്ങി. നബി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല കഴിയടക്കുന്നത്. തക്ബീറിന്റെ മുഴക്കം, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഉച്ചരിച്ചു വന്ന സ്വഹാബിമാർ ഒരു യുദ്ധമില്ലാതെ മക്ക നഗരം മുഴുവൻ ഹബീബിന്റെ വരുതിയിലേക്ക് വന്ന് നബി തങ്ങളെ ആട്ടിയോടിക്കാൻ
ഹബീബിനെ തുരത്താനും അനുയായികളെ നാട് കടത്താനും അനുയായികളെ ദ്രോഹിക്കാനും മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകളും ഹബീബിന്റെ മുമ്പിൽ അവിടെയുണ്ട്. മക്കയിൽ കൊല്ലപ്പെട്ട സ്വനാദീദ് ഖുറൈശ് ഒഴികെ ബാക്കിയൊക്കെ അവിടെ മുമ്പിലുണ്ട്. തങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ പറയില്ലേ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ കാണിച്ചു തരാം, അങ്ങനെ പറയാം. പഞ്ചായത്ത് വാർഡ് മുതൽ പറയും ഡയലോഗ് അല്ലേ, അടുത്ത തവണ കാണിച്ചു തരാം. പള്ളി കമ്മിറ്റിയും പറയും, മദ്രസ കമ്മിറ്റിയും പറയും. ചിലപ്പോ ചില നാടുകളിലൊക്കെ ഞങ്ങൾക്ക് ഭരണം കിട്ടട്ടെ അപ്പൊ കാണിച്ചു തരാം. തങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോ തങ്ങൾ എന്താ ചെയ്തത്? അതാണ് ബുദ്ധി, അതാണ് വിജയം. അധികാരവും കരുത്തും ശക്തിയും കയ്യിലുണ്ടായിരിക്കെ തങ്ങളോട് അനീതി ചെയ്തവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയാൻ, അതല്ലേ ആണത്വം. തങ്ങൾ ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അറബികളുടെ പഴയ കഥ അനുസരിച്ച് അധികാരം കിട്ടിയവൻ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവനെ വെറുതെ വിടില്ല, വകവരുച്ചു. അവർ ഹബീബിനെ മനസ്സിലാക്കി. അവർ പറഞ്ഞു, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അഖുൻ കരീം വബിനു അഖിൻ കരീം, ഞങ്ങളുടെ മാന്യനായ സഹോദരനല്ലോ മുഹമ്മദേ നിങ്ങൾ, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനല്ലയോ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ഇദ്ഹബൂ ഫഅൻതു. പ്രശസ്തമായ അബൂ സുഫിയാൻ എന്ന് പറയില്ലേ, അവരുടെ മുഴുവൻ പേര് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നാണ്. ഈ തങ്ങൾ മാപ്പ് തന്നാലും എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവർ ഉറപ്പിച്ചു തങ്ങൾ മാപ്പ് തരില്ലെന്ന് വിചാരിച്ച് ഓടുകയാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത് മക്കളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുന്നത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇലാ ഐന തസീറു യാ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തെ, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടായി ഓട്ടം? ഞാൻ മരുഭൂമിയിലേക്ക് പോവാണ്. അഖ്റുജു ഇല സുഹറ ഫഅമൂതു അന, ഞാനും വഅത്ഫാലി, എൻ്റെ മക്കളും, ജൂഅൻ വഉരിയൻ വഅത്ഷ, ഞങ്ങള് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ പുതപ്പില്ലാതെ ഞങ്ങൾ ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ പോവാണ്. നീ എന്തിന് ജീവിക്കണം? മക്ക മുഹമ്മദ് നബിയുടെ കയ്യിൽ വന്നില്ലേ, നീ എന്തിന് ജീവിക്കണം? ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പോവാൻ ഞങ്ങൾ വെയിൽ കൊണ്ട് മരിക്കട്ടെ, ഞാനും എൻ്റെ മക്കളും മരുഭൂമിയിലേക്ക് പോവാൻ. തങ്ങൾ ചോദിച്ചു, വലിമാത, എന്തിനാ നിങ്ങൾ ഈ പോകുന്നത്? പറഞ്ഞു, ഇന്നദറകനി മുഹമ്മദുൻ ഖതഅനി ബിസൈഫി ഇറബൻ ഇറബാ, എന്നെ മുഹമ്മദ് നബി തങ്ങളെങ്ങാനും കണ്ടാൽ എന്നെ വാളുകൊണ്ട് വെട്ടി വെട്ടി പീസ് പീസാക്കില്ലേ? കാരണം അത്രക്കുമേൽ മുഹമ്മദ് നബിയോട് ഉപദ്രവം ചെയ്ത ആളല്ലേ ഞാൻ എന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ ഇബ്നു അമ്മായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ് ഇലൈഹി, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസേ, ആ റസൂലിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ എന്തിനാ ചെറിയ മക്കളെടുത്ത് പോകുന്നത്? നിന്റെ ഭാര്യ മക്കളെ കുടുംബത്തെ ഉമ്മയെ കൊണ്ടുപോയി എന്തിന് മരുഭൂമിയിലെ ഈ ചൂടിൽ പോയി നീ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എന്തിന് ആത്മഹത്യ ചെയ്യണം? എന്തിന് കടുംകൈ ചെയ്യണം? മുഹമ്മദ് നബി തങ്ങളെ നീ ഒന്ന് ചെന്ന് കാണണം. വസല്ലിം അലൈഹി ബിന്നുബുവ, പ്രവാചകരുടെ പ്രവാചകത്വം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതറിഞ്ഞിട്ട് നിന്റെ അധികാരവും നിന്റെ അഭിമാന ബോധവും, നീയൊക്കെ നാട്ടിലെ ശിർക്കിന്റെ കോമരങ്ങളായി തുള്ളിയ ആളുകളാണ്, ബഹുദൈവ ആരാധനയെ പ്രമോട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും ഏകദൈവമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ വിശ്വാസം നിനക്ക് പിടിക്കാതെ വന്നു. ആ ഒരൊറ്റ തെറ്റല്ലാതെ മുഹമ്മദ് നബി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നബി തങ്ങൾ നിങ്ങളുടെ വീട് ആക്രമിച്ചോ? പ്രവാചകന്റെ അനുയായികൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആകെ നിങ്ങളോട് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്, ഈ കണ്ണ് പടച്ചു തന്നവനാണവൻ, ഈ കൊച്ചു കണ്ണുകൊണ്ട് അല്ലാഹനെ കാണണമെന്ന് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പമറിയുന്ന ഒരു മനുഷ്യന് തന്റെ കണ്ണിന്റെ ഈ കൊച്ചു രണ്ട് സാധനത്തിന്റെ മുമ്പിൽ എനിക്കെന്റെ പടച്ചവനെ കാണണമെന്ന് പറഞ്ഞാൽ ഈ മഹാലോകം സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ എത്ര ചെറുതായി കാണിക്കലാണത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെ പടച്ചവൻ അവനാണ് അല്ലാഹു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തത് വിശ്വസിക്കൂല എന്ന് പറയുന്നവരറിയണം, അള്ളാഹുവിനെ എന്റെ കണ്ണുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൊച്ചാക്കലല്ലേ? എന്താ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം? എത്രയാ ഭൂമിന്റെ വലുപ്പം? ഇതിനേക്കാൾ എത്ര ആയിരം മടങ്ങ് വലുപ്പമുള്ളതാണ് സൂര്യൻ. അങ്ങനത്തെ ബില്യൺ കണക്കിന് നക്ഷത്ര ഗോളങ്ങളാണ് ഒരു ഗാലക്സി എന്ന മിൽക്കി വേയിൽ. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അനന്തമായ വിശാലമാകുന്ന ഈ പ്രപഞ്ചം, ഇതൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു ചെറിയ രണ്ട് ഐബോൾ, ഈ ചെറിയ രണ്ട് കണ്ണ്, ഇതിന്റെ മുമ്പിൽ അള്ളങ്ങോട്ട് പ്രത്യക്ഷപ്പെടണം. ധിക്കാരല്ലേ ആ ചോദിക്കുന്നത്? മിനിമം
അള്ളാഹുവിനെ ചെറുതാക്കലല്ലേ ആ ചോദ്യം? എന്റെ കണ്ണിൽ കാണുന്ന, എന്റെ കണ്ണെത്ര വലുപ്പുണ്ട്, എന്റെ കണ്ണിന്റെ വലുപ്പം എന്ന് പറഞ്ഞതാ ഷുഗർ പിടിച്ചാൽ പോണ കാഴ്ചയാണ് അല്ലേ? ആ കണ്ണിന് മുമ്പിൽ അള്ളാഹിനെ കാണണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കണ്ട. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഇത്രയായിരം തെളിവുകൾ നിന്റെ മുമ്പിൽ തന്നിട്ട് ഇനി അള്ളാഹിനെ കാണുന്നല്ലേ? പാപ്പാന്റെ ചെക്കും കിട്ടി, പാപ്പാന്റെ കത്തും കിട്ടി, പാപ്പാന്റെ അടുത്തുള്ള വിവരം കിട്ടി, എല്ലാം കിട്ടി. പാപ്പാനെന്ന് കാണട്ടെ എന്ന് ചോദിക്കണം. എല്ലാം അള്ളാഹു ഖുർആനും തന്നു, നബിയും തന്നു. ഈ ലോകവും മഴ, എന്താ ഈ മഴ പെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര മഴ കണ്ടു. ഈ ഒരു വാതിന്റെ അടിയിൽ എത്ര മഴ പെയ്തു, എത്ര വെള്ളമാണ്. നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് എത്ര വെള്ളം കൊള്ളുള്ളൂ? ആ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൈ പിടിച്ചു നോക്കി, എത്ര അതിന്റെ ഭാരം? ഒരു ബക്കറ്റ് വെള്ളം. മുമ്പൊക്കെ നമ്മൾ അങ്ങനെയല്ല, കിണറ്റിന്ന് മുക്കിയിട്ടല്ലേ ബാത്റൂമിൽ കൊണ്ടുപോവുക. ഒരു ബക്കറ്റ് വെള്ളം. ഈ വെള്ളം നമ്മുടെ ഒരു ടാങ്കിന് താങ്ങാൻ കഴിയുമോ? ഈ മഴ പെയ്യുന്ന വെള്ളം അള്ളാഹു ആകാശത്ത് ക്ലൗഡിൽ ഈ വെള്ളം സൂക്ഷിച്ചു വെച്ച്, ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങണില്ല ഈ മേഘത്തിനുള്ളിൽ കൂടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഐസ് കട്ടയൊന്നുമല്ലല്ലോ. ആ പുക പോലത്തെ മേഘപടലങ്ങളെ ഒരു പ്രത്യേക സാഹചര്യം എന്നാ പറയാ, അങ്ങനെ പറയാൻ കഴിയും. അള്ളാഹ് ഉണ്ടാക്കുന്നതാണ്. യുനസ്സിലുൽ ഗൈഥ, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യിപ്പിച്ചില്ലേ? കോടിക്കണക്കിന് ഗാലൻ വെള്ളം ഒരു സ്റ്റോറേജും ഒരു ടാങ്കും ഇല്ലാതെ ഈ ആകാശത്ത് അള്ളാഹു സൂക്ഷിച്ചു വെച്ചില്ലേ? എത്രയാണ് പ്രപഞ്ചത്തിന്റെ അത്ഭുതം! ഇതൊക്കെ ഉണ്ടായിട്ട് ഇനി അള്ളാഹിനെ മനസ്സിലായിട്ടില്ല എന്നാ യുക്തിവാദികൾ പറയാം. കണ്ണുകളെ പടച്ചവനാണവൻ, പക്ഷെ കണ്ണുകളെ കൊണ്ടവനെ കാണണം എന്ന് പറയുന്നത് ധിക്കാരമാണ്. അള്ളാഹുവിന്റെ വലുപ്പം മനസ്സിലാക്കാത്തവർ അത് പറയാതെ നമ്മുടെ ബക്കറ്റുമായിട്ട് പോയിക്കോട്ടെ. എല്ലാ നമ്മുടെ തേൻ വാങ്ങിയവരോ വാങ്ങിയാക്കാത്തവരോ ഒക്കെ ഉണ്ടാവാം. ഒരു ബക്കറ്റ് കൂടെ ഉണ്ടോ? വേഗം കൊടുക്കി. നാളെ വേദന ഉണ്ടോ? നാളെ അല്ലല്ലോ, അപ്പൊ പിന്നെ വേഗം ആയിക്കോട്ടെ. ഇനിയിപ്പോ തേങ്കുപ്പിയൊക്കെ ബാക്കിയപ്പോ എല്ലാവരും വരി കൊണ്ടേ കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും കിട്ടില്ലേ ഹൈറ്. അവന്റെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യാ, നന്നായിട്ട് സഹായിക്കുക. അലി റളിയല്ലാഹു അൻഹു പറയാ, അബൂ സുഫിയാൻ ഇബ്നു ഹാരിസേ ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ, നിനക്ക് നബിയെ മനസ്സിലായിട്ടില്ലേ? നിനക്ക് റസൂലിനെ മനസ്സിലായില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യുക്തിവാദികളൊക്കെ നമ്മുടെ ഈ ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും അടിസ്ഥാനരഹിതമായ പല കഥകളും ഉണ്ടാക്കി, ചില ഹദീസുകളുടെ പശ്ചാത്തലവും ആശയവും മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനം ചെയ്ത് മുത്തുനബി തങ്ങളെ താറടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വേദന തോന്നും. റബ്ബേ, ഈ മുത്തായ നബി ഇവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ. അവർ പറയുന്ന ആശയങ്ങൾ ശരിയാന്ന് അവർ വിചാരിക്കുന്നത്, എന്നിട്ട് അങ്ങോട്ട് പറയുന്നേ. ഫേസ്ബുക്കിൽ യുക്തിവാദികൾ കടന്ന് നിരങ്ങാണ്. അള്ളാഹു അവർക്ക് ബുദ്ധി കൊടുക്കട്ടെ. അറിയാത്തത് കൊണ്ടായിരിക്കും. ഈ നബിയെ അവർ അറിയും. മനസ്സിൽ എവിടെയോ ഇതൊക്കെ ചെയ്ത ഒരു മഹാവിപ്ലവകാരി നബി തങ്ങൾ ചെയ്തതിൽ കൊട്ടാരണ്ടാക്കാനാണോ? തങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചോ? അതൊക്കെ ചെയ്തിട്ട് ഒരാൾ ഇത്രയും ത്യാഗം സഹിച്ചാൽ ഒന്നുകിൽ ഭൗതിക നേട്ടം വേണം. നബി എന്തെങ്കിലും ഭൗതിക നേട്ടം ചെയ്തോ? ഇല്ലല്ലോ. ഞാൻ ഈ ചെയ്യുന്ന പ്രബോധനത്തിന് അള്ളാഹു നൽകുന്ന കൂലി മതി, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ, നീ ആ പ്രവാചകന്റെ അരികത്തേക്ക് ചെല്ല്, ആ പിതങ്ങളുടെ പ്രവാചകത്വം നീ അംഗീകരിക്ക്. യൂസുഫ് നബിയോട്, യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സ്വന്തം ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയോട് പറഞ്ഞ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലെ ചരിത്രം നമുക്കറിയാലോ. ആ നബി ആരായി? വലിയ ആളായിട്ട് മാറി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണല്ലോ പഴയ കാലത്തെ തറവാട്ടിലൊക്കെ പ്ലേറ്റ് കഴുകാൻ നിന്ന ആൾക്കാരാണ് ഇന്നത്തെ വലിയ മുതലാളിമാര്. അന്നത്തെ വലിയ ജന്മിമാരിപ്പോ ഒന്നുമില്ല, ഇവരെ വീട്ടിൽ ജോലി ചെയ്യാൻ പോവുമായിരിക്കും ചിലപ്പോ. ഇങ്ങനെയൊക്കെ നടക്കണില്ലേ? സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. ആ മഹാൻ രാജാവായിട്ട് മാറാണ്. യൂസുഫ് നബിയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവര് പറഞ്ഞു, തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. യൂസുഫ് നബിയേ, അല്ലാഹു നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് നന്മ നൽകിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. യൂസുഫേ, ഞങ്ങളോട് പൊറുക്കണേ എന്ന് കൊച്ചനുജനോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞ പോലെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ല അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ നബിയോട് പറയും, നബിയേ
അല്ലാഹു നിങ്ങളെ ഒരുപാട് ഉയർത്തി, ഞങ്ങൾ ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നബിയെ, ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ഹബീബിനോടൊന്ന് പറയ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥേ, ഈ പിഞ്ചു മക്കളെയും കൊണ്ട് മരുഭൂമിയിൽ ചെന്ന് നീ ആത്മഹത്യ ചെയ്തിട്ട് അതൊരു പരിഹാരമല്ല. റസൂലുള്ളാഹിനെ ചെന്ന് കാണു, നീ ഒന്ന് കണ്ടോ ഹബീബിനെ, നീ കണ്ടോ, ചെന്ന് നോക്ക് അബൂ സുഫിയാൻ എന്ന് സ്വന്തം എളാപ്പാന്റെ മകൻ പറഞ്ഞപ്പോ, അലി തങ്ങൾ പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത് കേട്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഹബീബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നാവ് കൊണ്ട് പറയാൻ വഴങ്ങാതിരുന്ന ആ വാക്ക് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തിന്റെ നാവിലൂടെ വന്നു. അല്ലാഹുവിന്റെ തിരുദൂതരേ, ലോകരക്ഷിതാവ് എന്താണോ മനുഷ്യരോട് സംവദിക്കുന്നത് അത് മനുഷ്യരോട് ഡയറക്റ്റ് അല്ലാഹു സംസാരിക്കില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു പ്രവാചകനിലൂടെയല്ലാതെ. ആ പ്രവാചകനാണ് മനുഷ്യരോട് സൃഷ്ടാവായ മനുഷ്യനെ പടച്ചവൻ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുവോ ആ നിർദ്ദേശങ്ങളെ മനുഷ്യരിൽ കൊടുക്കാൻ വന്ന അന്ത്യ റസൂലാണ് നബിയേ നിങ്ങൾ. സലാമു അലൈക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് യൂസുഫിലെ 91-ാമത്തെ ആയത്ത് അങ്ങോട്ട് ഓതി കൊടുത്തു. തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. നബിയെ, ഞങ്ങളെക്കാളും ഒരുപാട് അല്ലാഹു നിങ്ങളെ ഉയർത്തിയിരുന്നു നബിയെ. അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം തന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട് നബിയെ എന്ന് ഹബീബിനോട് പറഞ്ഞു മാപ്പ് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുയർത്തി നോക്കുമ്പോൾ ഹബീബായ തങ്ങൾക്കെതിരെ ഏറ്റവും ദുഷിച്ച, ഏറ്റവും മോശപ്പെട്ട തെറികൾ പറഞ്ഞിരുന്ന ആളായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്, ഇതേ പേരുള്ള ആളായത് കൊണ്ട് പറയാൻ, അദ്ദേഹം നബി തങ്ങളെ മനസ്സിലാക്കിയ ആളാണ്. പലപ്പോഴും നബിയെ കൊല്ലണം എന്ന അബൂജഹൽ വരെ പറയുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്, കൊല്ലണോ? മുഹമ്മദ് നബിയുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ, അതൊക്കെ നഷ്ടമാവില്ലേ ആ മഹാനെ കൊന്നാൽ? അവരെ മഹാൻ ഒന്നും പറയില്ല, നബിയെ കൊന്നാൽ. കൊല്ലാണ്ട് വല്ല വകുപ്പുണ്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്. ഇത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത് നബിയോട് മാപ്പ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് പുഞ്ചിരി വിടർന്നു. വഖത്തറത് ലഹിയതുഹു ബിദ്ദുമൂ, ഹബീബിന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. ഹബീബായ നബി സന്തോഷിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആഖിറം രക്ഷപ്പെട്ടുവല്ലോ, പരലോകം രക്ഷപ്പെട്ടല്ലോ, സഹാബിയായി മാറല്ലേ. إذا اشتبكت دموع في خدودي إذا اشتبكت دموع في خدودي تبين ممن بكى ممن تباكى. കണ്ണുനീര് കാണുമ്പോ മനസ്സിലാവും ആരാണ് ഉണ്ടാക്കി കരയുന്നത്, ആരാണ് ശരിക്കും കരയുന്നത്. ഇദസ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദി തബയ്യന മൻ ബകാ മിമ്മൻ തബാകാ. ഹബീബിന്റെ കണ്ണെന്ന് കണ്ണുനീര് വന്നു. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തും കരയാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്തെ തിന്മകൾ ഓർത്തുകൊണ്ട് വേണ്ടില്ലായിരുന്നു ഈ മനോഹരമായ മുഖമുള്ള, ഈ മനോഹരമായ സ്വഭാവമുള്ള പൂനിലാവ് പോലെ മുഖത്ത് പ്രകാശമുള്ള ഹബീബുനാ റസൂലുള്ളാഹ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മരുഭൂമിയിൽ നിന്ന് ഒരു നേരം എനിക്ക് ഓർമ്മയുണ്ട്, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. മരുഭൂമി നമുക്ക് നമ്മുടെ നാട് പോലെ അല്ലല്ലോ, കുന്നുമലയൊന്നുമില്ല, തുറന്ന് കാണാം ആകാശം. ഇവിടെ ആകാശം കാണില്ല, മരത്തിന്റെ ഉള്ളിലൂടെ തുറന്ന് കാണില്ലേ. ഞാൻ ആ മരുഭൂമിയിൽ നിന്ന് നേരം ഓർമ്മയുണ്ട്, രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ, 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിലാണ് ഞാനും റസൂൽ മരുഭൂമിയിൽ നിൽക്കുന്നത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലവജ്ഹു റസൂലില്ലാഹി അജ്മലു മിനൽ ഖമരി, റസൂലുള്ളാഹിന്റെ മുഖം ആ ചന്ദ്രനേക്കാളും ശോഭയും ഭംഗിയുമുള്ളതായിരുന്നുവെന്ന് ഹബീബിന്റെ ഖാദിമായ സ്വഹാബികളിൽ 100 കൊല്ലത്തോളം ജീവിച്ച സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി പറയാ,
ആ ചന്ദ്രന്റെ മുഖത്ത് ഞാൻ ചന്ദ്രനെ നോക്കും, ഹബീബിന്റെ മുഖത്ത് അല്ലാഹ് ചന്ദ്രനേക്കാളും ശോഭ ഹബീബിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ സുഫിയാൻ ബിൻ ഹാരിത്ത് പറയാ, എന്തിനെ ഞാൻ ഈ ഹബീബിനെ ചീത്ത വിളിച്ചത്? എന്തിനെ ഞാൻ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നോ എനിക്ക്? എന്തേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തു. ഇതേ സൂറത്തിലെ ഈ ആയത്തിന്റെ ബാക്കി നബി തങ്ങൾ അബൂ സുഫിയാൻ ബിൻ ഹാരിത്തിനോട് ഓതി കൊടുത്തു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അബൂ സുഫിയാൻ ബിൻ ഹാരിത്തേ, നിന്നോട് നാം പ്രതികാരം ചോദിക്കുകയില്ല. പ്രതികാരമില്ല. ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചീത്ത പറയില്ല. നമ്മൾ ഒരുപാട് ആളുകളെ നീ കൊന്നിട്ടുണ്ട്, എന്നെ കൊല്ലൂല. ഖലാസ്, നീ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയില്ലേ? യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ അല്ലാഹു. അല്ലാഹു അല്ലേ ഏറ്റവും വലിയ കാരുണ്യവാൻ. ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത്. ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അയാൾ പറയുന്ന വാക്ക് അത്ഭുതമാണ്. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരെ, തിന്മകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ, വ്യഭിചാരത്തിന്റെ വീഡിയോകളെ അത് കണ്ടഡിക്റ്റുകളായവരെ, കുടുംബജീവിതം തകർന്നവരെ, സ്വന്തം ഭാര്യയുടെ പോലും മുഖത്ത് നോക്കാതെ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നവരെ, മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്ന ഈ സംഭവം ഓർക്കണേ. ഒരാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാൻ. വ അതൂബു മിൻ കുല്ലി മഅസിയത്തിൻ ഇല്ല സിനാ, എല്ലാ തെറ്റിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു നബിയേ. ഇല്ല സിനാ, വ്യഭിചാരം എനിക്ക് നിർത്താൻ കഴിയില്ല നബിയേ. ഇത് മാത്രം പറയരുത് നബി, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം. കാണാൻ ചുരുക്കുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ പിന്നാലെ പോയി പോകും, ഇതിന്റെ ഒരു അസുഖമാണ് അത് നബി. അത് മാത്രം, ബാക്കിയൊക്കെ ഞാൻ സക്കാത്ത് കൊടുക്കും, ഹജ്ജ് കൊടുക്കും, സ്വതക്ക ചെയ്യും, ഹജ്ജ് ചെയ്യും, എല്ലാം ചെയ്യും നബിയെ. പക്ഷേ വ്യഭിചാരം അതെന്റെ ഒരു വീക്ക്നെസ്സാണ്. അത് മാത്രം ഞാൻ തൗബ ചെയ്യണില്ല, ബാക്കിയൊക്കെ ഞാൻ മടങ്ങി. ഈ ഒരു തെറ്റും ചെയ്യൂല. ഇസ്ലാം സ്വീകരിക്കാൻ വ്യഭിചാരം അത്രയും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. സ്വഹാബിമാര് ഈ ആൾക്കെതിരെ അയാളെ ഒന്ന് അച്ചടക്കം പഠിപ്പിക്കാൻ ക്ഷുബ്ധനായി എഴുന്നേറ്റു എന്നാണ് ചരിത്രം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഫഇന്നഹു യതകല്ലമു ബിൽ ഫാഹിഷ, മോശമായ കാര്യമാണ് നബിയുടെ മുമ്പിൽ പറയുന്നത്. സ്വഹാബികൾക്ക് സഹിക്കൂല. ഹബീബിന്റെ മുമ്പ് പറയാ, എനിക്ക് വ്യഭിചാരം മാത്രം ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം. ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരിക്കും? തങ്ങൾ എന്ത് ചെയ്തു ഇയാളോട്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മയെ തിരുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദഊഹു ഉത്റുകൂ, സ്വഹാബികളെ നിങ്ങൾ അയാളൊന്ന് വിടുമോ? നിങ്ങൾ അയാളെ വിട്ടേക്ക്, നിങ്ങൾ ആരും അയാളുടെ പിന്നാലെ കൂടലിൽ. ഹബീബിന്റെ അരികത്ത് കൊണ്ടുവന്നിരുത്തി. ആരെങ്കിലും ഇരുത്തോ? അങ്ങനെ ഒരു പെണ്ണ് പിടിയാൻ ഞങ്ങൾ കൊണ്ടുവന്നിരുത്തി. ആ ചെറുപ്പക്കാരന്റെ തോളിൽ ഹബീബ് കൈവച്ചു. ഒരു തിന്മയെ തിരുത്താണ്. കുറെ ഒച്ചപ്പാടുണ്ടാക്കി, ബഹളുണ്ടാക്കി, പുറത്ത് കുറെ അടി കൊടുക്കലല്ല തിരുത്തൽ. മനസ്സിനെ തിരുത്താൻ കഴിയാണ്. തങ്ങളയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മക്കല്ലേ, നമ്മളെ ഉമ്മാന്റെ അടുത്ത് ഒരാളിങ്ങനെ കയറിറങ്ങി പോണത് നിങ്ങൾക്ക് ഇഷ്ടാവോ എന്ന് ചോദിച്ചു. അറബിയാണല്ലോ, കുടുംബബോധം, ഭയങ്കര അഭിമാന ബോധം. ഉമ്മാക്ക് ഈ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, നമുക്ക് ഇഷ്ടാവോ എന്ന് ചോദിച്ചു. പറ്റില്ല. നിന്റെ മുതിർന്ന ജ്യേഷ്ഠത്തി, നമ്മുടെ നാടുകളിൽ ഒരു കോളേജ് പ്രായം എത്തുന്ന സമയം കണ്ടവരുടെ കൂടെ ഒക്കെ ബൈക്കിൽ കറങ്ങുകയും പല രാത്രികളും പലയിടത്തും തങ്ങിയിട്ട് 4-5 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതിന് ഇഷ്ടാവോ? നിന്റെ പെങ്ങള് ഈ വ്യഭിചാരം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്, പറ്റില്ല നബിയെ, പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ചാൽ നിനക്ക് കുട്ടി ഉണ്ടാവും അല്ലേ? എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിയൊക്കെ എന്റെ കുട്ടീൻ്റെ കല്യാണ പ്രായമൊക്കെ എത്തുമ്പോ നിന്റെ കുട്ടി പറയും ഇപ്പൊ കല്യാണം വേണ്ട, ഞാൻ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവാണ്, എക്സ്കർഷൻ പോവാണ്, കൂട്ടുകാരൊക്കെ ഉണ്ട്. ആരാ കൂട്ടുകാര്? ആൺകുട്ടികളാണ്, അവരുടെ കൂടെ പോവാണ്.
നീ ഇഷ്ടപ്പെടുമോ നിന്റെ പെങ്ങള്, നിന്റെ മോള്, അതറല്ലാഹു ലിബിനതിക്, നിന്റെ മോള്, വിവാഹപ്രായമെത്തിയ മോള്, ഒരുപാട് കണ്ടവരുടെ കൂടെ കഴിയുന്നതും കൂടെ ഉറങ്ങുന്നതും നിനക്ക് ഇഷ്ടമാകുമോ? ലാ വല്ലാഹ്, ഇല്ല നബിയേ, അല്ലാഹനെ തന്നെയാണ് സത്യം. അതറല്ലാഹു ലിസൗജതിക, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യന്റെ അരികത്ത്, നിന്റെ ഭാര്യയുടെ അരികത്ത് മറ്റൊരാൾ വന്ന് കിടന്നു എന്നറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ? സ്വഹാബി, നീ ഇഷ്ടപ്പെടുമോ? എത്രയോ ഭാര്യമാർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങള് ഭർത്താക്കന്മാരോട് തുറന്നു പറയും. ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കള്, വിവാഹം നടക്കുന്ന ദിവസങ്ങള്, സദ്യകൾ നടക്കുന്ന ദിവസങ്ങള് പരസ്പരം വഴിവിട്ട ബന്ധങ്ങളായി മാറുമ്പോ പിന്നെ പശ്ചാത്തപിച്ചിട്ട് ഭർത്താവിനോട് സങ്കടം സഹിക്കാൻ പറ്റാതെ ആരോടെങ്കിലും പറയണ്ടേ ഒരു പാതകം പറ്റിയത് എന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, എന്നോട് വെറുപ്പ് വിചാരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ആയവരുമായി ഉണ്ടായ അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് പറയുകയോ അവൾ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ പ്രോമിസ് ചെയ്ത് എനിക്ക് പ്രശ്നമല്ല, നീ ഒന്ന് പറയ് എന്ന് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ വെറുക്കില്ല, നിന്നോടൊരു ദേഷ്യവും എനിക്ക് തോന്നില്ല, ഉള്ളതുപോലെ പറയ് എന്ന് 1000 തവണ സത്യം ചെയ്യിപ്പിച്ച് പറയിപ്പിച്ചാൽ പോലും, അങ്ങനെ പറഞ്ഞാൽ പോലും ഖൽബിന്റെ ഉള്ളിൽ ആ ഒരു വേദന തളം കെട്ടി നിൽക്കുകയും എനിക്ക് അവകാശപ്പെട്ട എന്റെ ജീവിതം നീ മറ്റൊരാൾക്ക് കൊടുത്തല്ലേ എന്ന ആ ഒരു വേദനയുടെ പേരിൽ വിവാഹമോചനങ്ങൾ നടന്നത് എത്രയാണ്? സഹിക്കാൻ പറ്റൂല, ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംഭവിച്ചു പോയ തെറ്റുകൾ ആരോടും നീ ഏറ്റുപറയല്ലേ. കുംഭസാരം ഇസ്ലാമിലില്ല. ഒരു ഉസ്താദിനോടും ഒരു മുലിയാരോടും ഒരു പണ്ഡിതനോട് പോലും അവനവൻ ചെയ്ത തെറ്റുകൾ പറയേണ്ട കാര്യമില്ല, പറയരുത്. അല്ലാഹുവിലേക്ക് കൈയുയർത്ത് രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്ക്, മുസല്ലവിരിക്ക്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്ക്, വീണ്ടും 2 നിസ്കരിക്ക്. അങ്ങനെ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ താണുകയാണ് സുജൂദിൽ കിടന്നു. റബ്ബേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി, പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഖൽബുകളെ നീ ഉറപ്പിച്ചു തരണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് സലാം വീട്ടിയിട്ട് കുറച്ച് ദുആയും കുറച്ച് സ്വലാത്തും ദിക്റും ചൊല്ലിയിട്ട് റബ്ബിനോട് പറയേ. ഒരു മഖ്ലൂഖിനോട് നീ പറയല്ലേ, നിന്റെ ഭർത്താവിനോട് നീ പറയേണ്ടതില്ല, നിന്റെ ഭാര്യയോട് പറയേണ്ടതില്ല, അല്ലാഹുവിനോട് പറയേ. പടച്ച തമ്പുരാൻ പൊറുക്കുന്ന പോലെ ഒരു മനുഷ്യനും പൊറുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയില്ലേ? മുത്തുനബി തങ്ങൾ ചോദിച്ചു, വ്യഭിചാരം മാത്രം കഴിയില്ല നബിയെ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവനോട് നിന്റെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ കിടക്കുന്ന നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് കൊടുത്ത മറുപടിയുണ്ട്, ഫഹൽ യറുല്ലാഹുൽ മുസ്ലിമൂന ലിഅഖവാതിഹിം വബനാതിഹിം. നീ വ്യഭിചരിക്കുന്നത്, നീ ചാടിച്ചു കൊണ്ടുപോകുന്നത്, നീ വളച്ചു കൊണ്ടുപോകുന്നത്, നീ നിന്റെ കൂടെ കൂട്ടുന്നത്, നീ നിന്റെ ഫ്രണ്ടായി സ്വീകരിക്കുന്നത്, നീ മലിനപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങളായ പൊതുജനങ്ങളുടെ അവരുടെ പെങ്ങളാണ്, അവരുടെ മോളാണ്, ഒരുത്തന്റെ ഭാര്യയാണ്. അത് മുസ്ലിമീങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഹബീബായ നബി ചോദിച്ചൊരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരന്റെ ഖൽബിലേക്ക് കടന്നത്. റബ്ബേ, ഞാൻ ആരെ വ്യഭിചരിച്ച ആ പെണ്ണതിനെ സമ്മതിച്ചാലും അവൾ ഒരുത്തന്റെ പെങ്ങളാണ്, ഒരുത്തന്റെ മോളാണ്, ഒരുത്തന്റെ ഭാര്യയാണ്, ഒരുത്തന്റെ ബന്ധുവാണ്. അവരതറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഞാൻ മറ്റൊരാളിന്റെ കുടുംബത്തിന് കയറിയല്ലേ ഞാൻ ഈ മലിനപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ അവരുടെ നിലയിൽ നിന്ന് ആലോചിക്കണ്ടേ? ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ പെങ്ങളും എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ മകളോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവരുടെ പെങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് അതൂബു യാ റസൂലല്ലാഹി മിനസ്സിനാ, നബിയേ വ്യഭിചാരം എനിക്ക് വേണ്ട നബിയേ, വ്യഭിചാരത്തിൽ നിന്ന് തൗബ ചെയ്യുന്നു നബിയേ. فوضع يده صلى الله عليه وسلم على قلب الرجل, ആ മനുഷ്യന്റെ ഖൽബിലേക്ക്, നെഞ്ചിലേക്ക് ഹബീബ് കൈവച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ കരണ്ട് പാസ് ചെയ്യുകയാണ് ഹബീബിന്റെ കരങ്ങളിലൂടെ. ആ ചെറുപ്പക്കാരന്റെ ഖൽബിലേക്ക് ഈമാനിന്റെ കണക്ഷൻ ആവുകയാണ്. എന്നിട്ട് ഹബീബ് പറഞ്ഞൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ തുഹിർ സംഅഹു. നബി അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നു, റബ്ബേ
വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഇവൻ പടച്ചവനെ അല്ലാഹുമ്മ തുഹിർ സംഅഹു, അവന്റെ കേൾവിയെ നീ ശുദ്ധിയാക്കണേ. കാരണം വ്യഭിചാരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലൂടെ ആഗ്രഹം വരും. അല്ലാഹുമ്മ തുഹിർ സംഅഹു വബസറ, പടച്ചവനെ അവന്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണേ. ഇത് കാണുമ്പോഴാണ് ആഗ്രഹം വരുന്നത്. പച്ചയായ വ്യഭിചാരത്തിന്റെ വീഡിയോകൾ ഇന്ന് ലഭ്യമല്ലേ? പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ നാണമില്ലാതെ നഗ്നത കാണിക്കുന്ന എത്ര മനുഷ്യക്കോലങ്ങളായ മൃഗങ്ങളുണ്ട് ലോകത്ത്. എത്ര മൃഗങ്ങളുണ്ട്, എത്ര മൃഗങ്ങൾ, മനുഷ്യക്കോലങ്ങളായ മൃഗങ്ങൾ, നാണം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരെ. അതുകൊണ്ട് കണ്ണുകൾ അഴിച്ചുവിട്ടാൽ ഹൃദയം കൽബുകൊണ്ട് കണ്ണിലൂടെയാണ് കൽബിലേക്കുള്ള കണക്ഷൻ. കണ്ണെന്താണോ കാണുന്നത് അതാണ് ഹൃദയം സ്വീകരിക്കുന്നത്, അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. ആ ചിന്തകളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നമ്മുടെ കർമ്മങ്ങളായി പരിണമിക്കുന്നത്. റബ്ബേ, ഇവന്റെ കാതും കണ്ണും നീ ശുദ്ധിയാക്കി കൊടുക്കണേ. അല്ലാഹുവേ, അവന്റെ ജനനേന്ദ്രിയം നീ ശുദ്ധിയാക്കണേ. അവൻ വ്യഭിചാരത്തിലേക്ക് പോകാതെ അവന്റെ ജനനേന്ദ്രിയം നീ സൂക്ഷിക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പറയില്ലേ, അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമെന്ന ആ ഒരു ചോരത്തിളപ്പിന്റെ കാലം. അത് പച്ചയായി നബിയോട് ചോദിക്കാൻ ഇയാൾ ധൈര്യം കാണിച്ചത് ഹബീബിന്റെ സ്വഭാവത്തിന്റെ മേന്മയാണ്. തങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചാലും എന്റെ റസൂലിനോട് മോശമായി പെരുമാറില്ലെന്ന ഉറപ്പിന്റെ പേരിലാണ് ഹബീബിനോട് അദ്ദേഹം അങ്ങനെ വാക്ക് പറഞ്ഞത്. അത് ഹബീബിന്റെ സ്വഭാവമാണ്, മുത്തുനബി തങ്ങളുടെ സ്വഭാവ ഗുണമാണ്. ആ ഹബീബ് എത്ര മനോഹരമായിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരുടെ ഖൽബുകളിൽ നിന്ന് തിന്മയെ പിടിച്ചു പഴുതെടുത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഹബീബിന്റെ ഉസ്ലൂബ്, ഹബീബിന്റെ രീതി. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതുകൊണ്ട് സാരോപദേശം ഹബീബിന്റെ ശൈലിയിലായിരിക്കട്ടെ. ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, മനോഹരമായ ഒരു കവിതയുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗ, ഭാഷയിൽ പോലും തെളിവാണവര്. മനോഹരമായ അറബ് സാഹിത്യം അറിയുന്ന പ്രഗൽഭനായ ഫിഖ്ഹി പണ്ഡിതൻ, ഹദീസ് മുഹദ്ദിസ് പണ്ഡിതൻ, മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്, തഅമ്മദ്നി ബിനുസ്ഹിക ഫിൻഫിറാദി വജന്നിബ്നി നസ്വീഹത ഫിൽ ജമാഅ. تعمدني بنصحك في انفرادي وجنبني النصيحة في الجماعة فإن النصح بين الناس نوع من التوبيخ لا أرضى استماعا فإن خالفتني وعصيت أمري فلا تجزع إذا لم تعت طاعا. ഉപദേശിക്കേണ്ടത് പരസ്യമായിട്ടല്ല, ഉപദേശിക്കേണ്ടത് ഒറ്റക്ക് വിളിച്ചിട്ടാണ്, സ്വകാര്യമായിട്ടാണ്. മാനം കെടുത്തലല്ല വേണ്ടത്. ഗുരുതരമായ തെറ്റ് ചെയ്തവരോട് പോലും പരസ്യമായി പേര് വിളിച്ചല്ല ആക്ഷേപിക്കേണ്ടത്, ഒറ്റക്ക് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ രീതി. മഹാനായ ശാഫിഈ ഇമാം തങ്ങൾ പറയാണ്, ഫഇന്നൻ നുസ്ഹ ബൈനൻ നാസി നൗഉൻ മിനത് തൗബീഖി ലാ അർള ഇസ്തിമാഅ. പരസ്യമായിട്ട് ഒരാളെ ഗുണദോഷിക്കുന്നത് അയാളെ നാണം കെടുത്തുന്നതിന് തുല്യമാണല്ലോ. അതുകൊണ്ട് തഅമ്മദ്നി ബിനുസ്ഹിക ഫിൻഫിറാദി, എന്നിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നിങ്ങൾ എന്നോട് ഒറ്റക്ക് വന്ന് തിരുത്തണേ. എന്താ, ഒരാൾക്ക് തെറ്റുപറ്റിയാൽ 100,000 ആളുകളുടെ വാട്സപ്പിലൂടെ അത് പോവുക, അവരുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ. ഇതിന് തൗബീഖ് എന്നാ പറയാ, നാണം കെടുത്ത നസീഹത്തല്ല. ഉപദേശം ഒറ്റക്ക കൊടുക്കേണ്ടത്. പൊതുവായ ഒരു വിഷയത്തെ പൊതുവായി പ്രതികരിക്കാം. ഒരു വ്യക്തിയുടെ വിഷയത്തെ ചിലർ എന്താ പറയാ ഒരു പൊതുവായ കത്ത്, എന്താ പറയാ, തുറന്ന കത്ത് അല്ലേ, തുറന്ന കത്ത് എന്ന് പറയും. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത്, മുഖ്യമന്ത്രിക്ക് അയച്ചാൽ പോരെ? മുപ്പരറിയേണ്ട കാര്യമാണെങ്കിൽ അങ്ങനല്ലേ, എനിക്ക് സംവിധാനല്ലേ. ഒരു നേതാവിനോട്, രാഷ്ട്രീയ നേതാവിനോട് കാരണം പറഞ്ഞ ആരോടാണ് ആ തുറന്ന കത്ത് അവർക്ക് തുറന്നു വിട്ടാ പോരെ, അവർക്ക് ഒറ്റയ്ക്ക് വിട്ടാ പോരെ? ഇത് പത്രത്തിലാ കൊടുക്കുക, തുറന്ന നാണം കെടുത്തുക എന്നതിന്റെ അർത്ഥം. നമ്മളേക്ക് ഭയങ്കര നല്ല ആർട്ടിക്കിളാ വന്നത്, എന്താണ് ആ ലേഖനം എന്നാ, തുറന്ന കത്തുണ്ട് വായിച്ചോന്ന് ചോദിക്കും. ഒരു മനുഷ്യനെ നാണം കെടുത്തുക എന്നതിന്റെ അർത്ഥം. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നമ്മുടെ സംസ്കാരം അള്ളാന്റെ, നമുക്കൊക്കെ പറയാം അതൊക്കെ ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ലാത്തത്, പക്ഷെ പാടില്ലല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമുക്ക് ഇഷ്ടപ്പെടാനും പാടില്ല. സുബ്ഹാനല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ എത്രയോ ആളുകൾ, പാപികളായ ആളുകളുടെ വിഷയം തന്നെ അവർ തൗബ ചെയ്തു മടങ്ങിയാൽ അല്ലാഹു അവരെ സ്വീകരിക്കുമെന്നല്ലേ പറഞ്ഞത്? സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്ത്. നമ്മൾ തുടങ്ങി 2 മണിക്കൂറായല്ലോ അല്ലേ? സമയം നിർത്തണ്ടേ? നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കൂടെ അല്ല, ഏറെ വേണ്ട. സമയം കുറെ വൈകി. എത്രയായി? 11:30 വീട്ടിൽ തിരിച്ചു പോകണ്ടേ? ആന ഇറങ്ങുന്നില്ലല്ലോ. നെടുങ്ങാറ്റിൽ ആന ഇറങ്ങി എന്നൊക്കെ കേൾക്കേണ്ടി പോണ്ടേ? അപ്പോൾ ഇനി വീടുകളിലേക്ക് തിരിച്ച് ഈ മഴൻ്റെ ഈ തക്കത്തിലുള്ള വീട്ടിലേക്ക് എത്തിയാൽ സമാധാനമാണ്. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വളരെ വൈകണ്ട എന്ന് ആഗ്രഹിച്ചു പോവാണ്. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ ആ ഒരു സ്വഭാവ രീതി, ولو كنت فظا غليظ القلب لانفضوا من حولك. പാപികളെ കുറിച്ച് പറഞ്ഞ ഭാഗമാണ് സൂറത്തുൽ ബഖറയിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب إليهم وأنا التواب الرحيم. വിശുദ്ധ വചനങ്ങളിലെ അല്ലാഹുവിന്റെ പ്രസ്താവനകളെ മറച്ചു പിടിച്ച മുൻവേദങ്ങൾ നൽകപ്പെട്ടവരെ, ആ വേദക്കാർ അല്ലാഹുവിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചതിൽ കടുത്ത അല്ലാഹുവിന്റെ അമർഷം രേഖപ്പെടുത്തുകയും ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അല്ലാഹു ശപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തുടരുന്ന വാക്ക് നോക്കണം. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. തൗബ ചെയ്യാന്ന് പറഞ്ഞ ഖൽബിൽ സങ്കടപ്പെടണം, ചെയ്തു പോയ തെറ്റ് വലിയ തെറ്റായി പോയി റബ്ബേ. നമ്മൾ തൗബയുടെ ദുആകളൊക്കെ ഉണ്ട്, നമ്മൾ കിതാബൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓതുമ്പോൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിൽ ശരിക്കും കരുതിയാലേ ആ തൗബയാവുള്ളൂ. വെറുതെ അങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല. പച്ച മലയാളത്തിൽ തൗബ ചെയ്യാൻ പറ്റും, അറബി തന്നെ വേണമെന്നില്ല. അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ, എനിക്ക് മാപ്പ് തരണേ, ഞാൻ ചെയ്യൂല റബ്ബേ, നിനക്ക് ഞാൻ വാക്ക് തന്നു റബ്ബേ, ഞാൻ ചെയ്ത് വലിയ കുറ്റായി പോയിട്ടുണ്ട്. തിന്മ ചെയ്യാതെ കള്ളുകൂടിയെന്ന് തൗബ ചെയ്യണമെങ്കിൽ ആ കുടിച്ച മാല് തീരണം, അല്ലാതെ ആ മാലിൽ തന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. പലിശ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന് പണി അതന്നെയാണ്, ഞാൻ ചെയ്യൂല റബ്ബേ, അങ്ങനല്ല. ആ പണിക്ക് രാജിവെച്ചിട്ട് നീ വാ, അപ്പോഴേ തൗബ ചെയ്യുള്ളൂ. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാൾക്ക് തൗബ ചെയ്യാൻ കഴിയില്ല. തിന്മയെന്നല്ല ഇഖ്ലാഉ അനി ദംബ് എന്ന് പറയില്ല, തിന്മയെന്ന് മാറി നിൽക്കണം. എന്നിട്ട് സംഭവിച്ച തിന്മയെ കുറിച്ച് തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടലാണ്. നബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, സങ്കടം വരാതെ തൗബന്റെ നമ്മളെ വരികളൊക്കെ നമ്മൾ കിതാബിൽ ഏടിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ചില മജ്‌ലിസിലൊക്കെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. അതൊന്നും കുഴപ്പമില്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, കൽബിൽ ശരിക്കും ബോധിക്കണം എന്താണ് ഞാൻ ഈ പറയുന്നത്, അപ്പോഴത് തൗബയാവുള്ളൂ. ശരിക്കും ബോധിക്കണം, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അന്നദം സങ്കടപ്പെടലാണ്, ഖേദിക്കലാണ്. ഇനി ഒരിക്കലും ഇത് ചെയ്യൂല റബ്ബേ എന്ന് അല്ലാഹുവിന് വാക്ക് കൊടുക്കലാണ്. സാമ്പത്തിക ഇടപാടാണോ, അത് ഇടപാട് കൊടുത്ത് അതിന്റെ ഇടപാട് തീർക്കലാണ്. അങ്ങനെയൊക്കെ തൗബ ഉണ്ടാവുള്ളൂ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. എത്രയോ ശാപമുണ്ട് എന്ന് പറഞ്ഞ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവരെ തൗബ ചെയ്താൽ, വഅസ്ലഹു, അവരെ നന്മ ചെയ്താൽ, വബയ്യനു, വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ, ഉലൈക അതൂബു അലൈഹിം, വേദങ്ങൾ മറച്ചു പിടിച്ച ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ തൗബ ഞാൻ സ്വീകരിക്കും. വഅന തവ്വാബുർ റഹീം, ഞാൻ തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഇതാണ് അള്ളാഹുവിന്റെ രീതി. പടച്ചതമ്പുരാൻ കൊണ്ട് ഒരാളോടും പോയി കുമ്പസരിക്കരുത്. ഒരാളോടും, ഒരു ഉസ്താദിനോടും, ഒരു മുതിർന്ന ആളോടും, ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ കുമ്പസരിക്കണ്ട. അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്, അള്ളാഹു പുറത്തു തരട്ടെ.
നബിതങ്ങളുടെ സ്വഭാവം, ഹബീബിന്റെ ദഅവത്തിന്റെ രീതി അതാണ്. അത് പ്രബോധകന്മാര്, വാള് പറയുന്നവര്, സംസാരിക്കുന്നവര്, പ്രസംഗിക്കുന്നവര്, ഖുതുബ പറയുന്നവര്, ജനങ്ങളോട് ഉത്ബോധനം ചെയ്യുന്നവര് മുഴുവൻ ഹബീബിന്റെ ദഅവത്തിന്റെ രീതി മനസ്സിലാക്കണം. അപ്പോഴേ ഹബീബിന്റെ ഇത്തിബാഅ ആവുള്ളൂ. എന്ന് പറയില്ലേ നബിതങ്ങൾ ഇത്തിബാഅ ലഖദ് ഖാല ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഹബീബിൽ മാതൃക ഉണ്ട്. ഹബീബിന്റെ ഈ ദഅവത്തിലും നസീഹത്തിലും മാതൃക ഉണ്ട്. നമ്മളത് സ്വീകരിച്ചേ പറ്റൂ. ദഅവത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഇമാമിയങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദഅവത്തിന്റെ ഹബീബിന്റെ ഉസ്ലൂബുകൾ, അത് അതിന്റെ അത് മനസ്സിലാക്കേണ്ട ആളുകൾ അത്തരം വിഷയങ്ങളൊക്കെ ഒന്ന് താല ചെയ്താൽ അത് വലിയ ഉപകാരപ്പെടുന്നത് എൻ്റെ സഹപ്രവർത്തകരായ ആളുകളോട് മാത്രം സൂചിപ്പിക്കുകയാണ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു വന്ന യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട നബിയുടെ സ്വഹാബികളിൽ യൂസുഫ് നബിയോളം എന്ന് പറഞ്ഞൂടാ, വലിയ സൗന്ദര്യമുള്ള ഒരു സ്വഹാബി ഉണ്ട്. സ്വഹാബിന്റെ പേരാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു. ജരീർ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ജരീർ എന്നുള്ള പേരൊന്നും കേൾക്കില്ലല്ലേ. സ്വഹാബിന്റെ പേര് ജരീർ. ഏത് ഭാഷയിൽ എഴുതാൻ പറ്റും. ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു സ്വഹാബിയുടെ പേരാണ്. യൂസുഫ് സ്വഹാബ, സ്വഹാബികളിലെ യൂസുഫ് നബിയായിരുന്നു എന്ന് പറയുന്ന ആളാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നബി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ നബിയെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഒരു സദസ്സിൽ ചെന്നാൽ നബി തങ്ങൾ നടന്നു പോകുന്നത് കണ്ടാൽ ഞാൻ എവിടെ ചെന്നാലും ഹബീബായ നബി തങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണുമ്പോഴെല്ലാം ഹബീബായ നബി പുഞ്ചിരിക്കാതെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പുഞ്ചിരിയായിരുന്നു. പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരൊക്കെ ഒന്ന് ശ്വാസം പിടിച്ചിലൊക്കെ ഒന്ന് മാറ്റണം എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അരവാതിൽ എപ്പോഴും അടഞ്ഞെടുക്കണം എന്നൊക്കെ പഴയ തലമുറക്ക് അതൊക്കെ വേണ്ടി വരും. പുതിയ തലമുറക്ക് രണ്ടും തുറന്നെടുത്തിട്ട് അവരെ സ്വീകരിക്കണം എന്നാണ് പുതിയ രീതി. നമ്മൾ വഖാറും സക്കീനത്തൊക്കെ നല്ലതാണ്, പക്ഷെ ഒരു നാടിന്റെ ജനങ്ങളുടെ ഒരു മനഃശാസ്ത്രം ഉണ്ടാവും. നമ്മൾ അതനുസരിച്ചേ പെരുമാറാൻ പറ്റും. ജനങ്ങളിലേക്ക് ഇറങ്ങുകയും പുഞ്ചിരിക്കുകയും ചെയ്യണം. ഭയങ്കര ഉസ്താദ് ഒരിക്കലും ചിരിക്കാറില്ല, അതൊന്നും വലിയ ഫضലല്ല. നബിതങ്ങൾ പുഞ്ചിരിച്ചവരാ. ചിരിക്കുന്ന പറഞ്ഞാൽ ഒച്ച വെച്ച് ചിരിക്കരുത്, പുഞ്ചിരിക്കണം. ദഅവത്ത് ചെയ്യുന്നവരങ്ങനെ ചെയ്യണം. പ്രബോധകന്മാരങ്ങനെ ആവണം. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് ഭീകരജീവികളാവരുത്. കുട്ടികളെ പീഡിപ്പിക്കണ, അടിക്കണ ഉസ്താദ് കണ്ട ഉസ്താദിനെ കണ്ടാ പാത്തിപ്പോവും, അങ്ങനത്തെ പോലെ ആയി പോകരുത്. പീഡിപ്പിച്ചിട്ടൊന്നും നമ്മളൊക്കെ അങ്ങനെ പഠിച്ചത്, നമ്മുടെ ഉസ്താദ്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചത്. അതൊന്നും പകരം കിട്ടാനുള്ളതല്ല. അത് നല്ല പഠന രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് അടിച്ചു പഠിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഹിഫ്ളിനൊക്കെ മക്കളങ്ങനെ അടിച്ച് വേദനിപ്പിക്കുന്ന മുഹഫ്ഫിളീങ്ങൾ കാണും. ഭയങ്കര തെറ്റാണ്. അഹ്ലുൽ ഇൽമിനോട്, ഇൽമിനെ സ്നേഹിച്ച് വരുന്ന മക്കളാണ്, ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ നമ്മൾ വെറുപ്പിച്ചിട്ട് പറഞ്ഞേക്കാം, ആ കുട്ടി ജന്മത്തിൽ പിന്നെ ദീൻ പഠിക്കാൻ വരും. അവൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല റാഹത്തിൽ സ്കൂളിലും കോളേജിലും പോയി പഠിക്കുമ്പോഴേ ഏത് പ്രയാസവും സഹിച്ച് ജീവിക്കാൻ നമ്മുടെ ഹിഫ്ള് കോളേജുകളിലും ദർസിലും വന്ന് പഠിക്കുന്ന മക്കളെ നമ്മളെ പൊതിരെ തല്ലിയിട്ടും അടിച്ചിട്ടും എന്താ നമ്മൾ ഈ ചെയ്യുന്നത്? ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ഈ ഹദീസൊക്കെ എവിടെ കിടക്കുന്നു? ദീൻ വെറുപ്പിക്കരുത്, ദീൻ കൊണ്ട് വെറുപ്പുണ്ടാക്കി കൊടുക്കരുത് ആരെയും. അല്ലാഹു തആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്ലൂബ് അതാണ്. ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി അല്ല ഇത് പറയുന്നത്, ഇത് ലൈവ് പോകുന്നൊരു പ്രോഗ്രാമാണ്. ഒരുപക്ഷെ പിന്നീട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ ആരും ഉദ്ദേശിച്ചു, എനിക്ക് ഇവിടുത്തെ ഒരു കഥ അറിയില്ല, ഞാൻ മൊത്തത്തിൽ പറയാൻ. അങ്ങനെ ആവരുത്. ഒരു വടി പോലും, ഒരടി പോലും അടിക്കാണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റും. എൻ്റെ അനുഭവം, ഞാൻ 17 വർഷം അബുദാബിയിൽ ദുബൈയിലൊക്കെ ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു കുട്ടിയെ അടിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടായാലും അടിക്കൂല, എന്നാലും മക്കൾ പഠിക്കൂ. ഏത് കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിലും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചില വാക്കുകളെ കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് അവരുടെ മനസ്സിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അല്ലാതെ കുറെ 4 ഒച്ചപ്പാട്, 4 ബഹളവും, മേശമ്മ 4 കൊട്ടും, ഇതൊന്നും ഒരു ഭീകരത ഒന്നും വേണ്ട. ഒരു അധ്യാപകനൊന്നും ഇങ്ങനെ ഒരു ഭീകര ജീവിയാവേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ മദ്രസകളിലും ദർസിലും ഒക്കെ സ്നേഹം കൊടുത്ത് മക്കളെ പഠിപ്പിക്കാൻ കഴിയും. അവർ സ്നേഹിച്ചു പഠിക്കും. വിജ്ഞാനത്തോട് സ്നേഹം വരും, ഗുരുനാഥന്മാരോട് സ്നേഹം വരും. സുബ്ഹാനല്ലാഹ്.
ഹബീബിന്റെ രീതി അതാണ് സല്ലല്ലാഹു. അത് നമ്മുടെ മദ്രസകളിൽ വേണം. കൊച്ചു മക്കളൊക്കെ രാവിലെ തണുത്ത് വരച്ചിട്ടാ മദ്രസയിലേക്ക് വരുന്നത്. വരുന്ന വരവിൽ അടി കൊണ്ടുപോകുന്ന എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പഠിക്കാൻ പ്രയാസമുള്ള മക്കളുണ്ടാവും, ചിലർക്ക് ഓർമ്മക്കുറവുണ്ടാവും. ഞാൻ പഠിച്ച് ഹിഫ്ലാക്കാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഹിഫ്ലാക്കിയില്ല? വീട്ടിൽ എന്തെങ്കിലും വിഷമുണ്ടായിട്ട് ഒരു ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതിന് മറ്റെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക എന്നല്ലാണ്ട് ദേഹോപദ്രവം ചെയ്യരുത്. മുത്തനബി തങ്ങൾ തങ്ങൾ പറഞ്ഞു 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ നിങ്ങൾ അടിച്ചോളി. പക്ഷെ നബി തങ്ങൾ ഒരു കുഞ്ഞിനെയും അടിച്ചിട്ടില്ലെന്നതാണ് സത്യം. ഇല്ല അൻ യുഖാതില ഫീ സബീലില്ലാഹ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉസ്ലൂബിലേക്ക് നമ്മുടെ പഠന രീതികൾ മാറി വരണം. നമ്മളൊക്കെ അടി കൊണ്ട് എനിക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട് നിങ്ങളെ പോലത്തൊക്കെ തന്നെ. പക്ഷേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയതല്ല, അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. നമ്മുടെ ജനറേഷൻ നമ്മുടെ മുമ്പുള്ള ഉസ്താദുമാരുടെ ജനറേഷൻ അല്ല, അതാണ് വ്യത്യാസം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ ആ വിഷയം മനസ്സിലാക്കണം. ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാ, ഞാൻ എപ്പോ കാണുമ്പോഴും എൻ്റെ റസൂൽ പുഞ്ചിരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലമാ റആനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സമ ഫീ വജ്ഹി. ആ ഹബീബ് പുഞ്ചിരിക്കാതെ കടന്നുപോയ ഒരു ഓർമ്മയും എൻ്റെ മനസ്സിലില്ല. ഹബീബിനെ കാണുമ്പോൾ അവിടുന്ന് പുഞ്ചിരിക്കുമായിരുന്നു, സന്തോഷം നൽകാൻ. ഇത് ഭയങ്കര എനർജിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ ഞാനൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ നബി തങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുപോയി, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി ഞാനായിരിക്കുമെന്ന്. അംറു ഇബ്നുൽ ആസ് തങ്ങൾ പറയാ, എന്നെ നബി ഇങ്ങനെ നോക്കി, എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കും തങ്ങൾ പറയുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും നബിക്ക് ഇഷ്ടപ്പെട്ട ആള്. അങ്ങനെ ഒരിക്കൽ ഞാൻ നബിയെ, പൊന്നാര നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. അന്ന് ഭാര്യയെ ഇഷ്ടപ്പെടുന്ന ഒരു അറബി പറയില്ല, മാനക്കേടായിരുന്നു അവർ. ഒരു പെണ്ണിനെ, ഇത് ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, അവരെ ഇഷ്ടമാണ്, അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അറബികൾ പഴയ ജാഹിലിയ്യത്തിൽ ഐബായിട്ടാ കാണും. അത് മോശമാണ്. തങ്ങളത് തിരുത്തി, എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കാമുകിയല്ല, എന്റെ ഭാര്യയാണ് ആയിഷ ബീവിയാണ്. ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അബൂഹ, ആയിഷാന്റെ ഉപ്പന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ പേര് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്നത് ചോദിച്ചത്. പിന്നാരാ നബിയെ? ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നാരാ നബിയെ? ഉസ്മാൻ. പിന്നെ നബി ഒരു പിന്നെ ഞാൻ ചോദിച്ചില്ല, ഞാൻ അവസാനത്തെ ആളായി പോകുന്നത് പേടിച്ചിട്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. കാണുന്നവരൊക്കെ നബിയുടെ മുമ്പിലിരിക്കുമ്പോൾ വിചാരിക്കുന്നത് ഞാനാ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന. അതാണ് ഹബീബിന്റെ പെരുമാറ്റം. 1,23,000 സ്വഹാബിമാർ നബിയുടെ കൂടെ ഹജ്ജിനുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ വലിയൊരു 1,23,000 സുഹൃബന്ധമുള്ള നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഓരോരുത്തരും വിചാരിക്കും ഞാനാ നബിന്റെ ഏറ്റവും അടുത്ത ആള്. അതാണ് ഒരു വ്യക്തിത്വം, അവിടെയാണ് സ്വഭാവ മഹിമ. ആ രീതിയിൽ ഇടപെടുമ്പോഴാണ് തിന്മകളെ മനസ്സിൽ നിന്ന് പിടിച്ചു മാറ്റാൻ കഴിയുക. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക നബിയേ. അങ്ങയുടെ ഹൃദയം വളരെ കടുത്തതായിരുന്നുവെങ്കിൽ, അങ്ങയുടെ ഹൃദയം വളരെ പരുഷമായിരുന്നുവെങ്കിൽ അവരാരും അങ്ങയുടെ കൂടെ ഇരിക്കുമായിരുന്നില്ല നബിയെ. അവരാരും ഇസ്ലാം കേൾക്കാൻ അങ്ങയുടെ അരികത്ത് വരില്ലായിരുന്നു. പിന്നെ അവർ വന്നിരുന്നത് നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് നബിയെ, നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മുഅ്മിനെ കരുതലോടെ ഇരിക്കേണ്ട ഒരു കാലമാണിത്. പാപങ്ങളുടെ അതിപ്രസരം, നമ്മുടെ മീഡിയ, നമ്മുടെ ഫോണ്, നമ്മുടെ മൊബൈല്, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഗാഡ്ജറ്റുകൾ തുറന്നു വെച്ചാൽ തിന്മകളുടെ സ്ഫുരണങ്ങളാണ് കണ്ണുകളിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് കയറുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബിന്റെ ഒരു ഉപദേശമുണ്ട്. നബി തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആരാണ് അമ്മാർ എന്നറിയുമോ? അവരുടെ ഉമ്മയാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദത്ത്. ഈ ഉമ്മത്തിന് വേണ്ടി ആദ്യം ജീവനൊടുക്കിയത്, ഷഹീദത്തായി മരിച്ചത് മഹാനായ അമ്മാർ തങ്ങളുടെ ഉമ്മയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ.
പിന്നെ മരിച്ചത് അവരുടെ പിതാവും ഷഹീദാണ്, ശുഹദാക്കളിൽ പെടുന്നു. യാസിർ റളിയല്ലാഹു അൻഹു അപ്പയും ഉമ്മയും ഷഹീദുകളാണ്. അവരുടെ മോനാണ് അമ്മാർ എന്നവര്. നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഈദ് ബില്ലാഹി യാ അമ്മാർ മിനൽ ഫിതൻ. അമ്മാറേ, ഫിത്നകൾ വരാനുണ്ട്, പരീക്ഷണങ്ങൾ വരാനുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ അമ്മാർ. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനേ. ഞങ്ങൾ പറഞ്ഞു, എന്ത് നിങ്ങൾ എല്ലാവരും ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണേ. നമ്മൾ എന്ത് പറയണം? അമ്മാർ തങ്ങൾ പറഞ്ഞ പോലെ അഊദു ബില്ലാഹി മിനൽ ഫിതൻ പറഞ്ഞോക്കി. അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അഊദു ബില്ലാഹി മിനൽ ഫിതൻ. അല്ലാഹുവേ, ഫിത്നകളില്ലാതെ കാക്കണേ നമ്മുടെ നാടുകള്, നമ്മുടെ മഹല്ല്, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകള്. അതിന് ഓഹരി വെക്കാതെ, ഭക്ഷണം വെക്കാതെ, ചുമര് വെക്കാതെ, മനസ്സുകൾക്കിടയിൽ ചുമരുണ്ടാകാതെ, ഫിത്നകളില്ലാതെ കാക്കണേ എന്ന് റബ്ബിനോട് ദുആ ഇരക്കണം. ഇന്നത്തെ കാലം അതാണ്. അഊദു ബില്ലാഹി മിനൽ ഫിതൻ. മനുഷ്യന്മാരുടെ തലയിൽ പിശാച് കയറി കളിക്കുന്ന കാലമാണ്. നബി തങ്ങൾ പറഞ്ഞു, യൂഷികു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമുൻ യത്ബഉ ബിഹാ ശഗഫൽ ജിബാലി വമവാഖിഅൽ ഖത്ർ യഫിറു ബിദീനിഹി മിനൽ ഫിതൻ. ഒരു കാലഘട്ടം വരും, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമ്പത്ത് അവന്റെ കാറല്ല, അവന്റെ ബൈക്കല്ല. ഒരു കാലം വരും, അവൻ വീട് കടക്കിടക്കുന്ന, പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മുടെ ബൈക്ക്, നമ്മുടെ വാഹനം, നമ്മുടെ കാറ്, നമ്മുടെ ഭവനം, നമ്മുടെ ബിസിനസ്, ഇതൊന്നും വേണ്ടാത്തൊരു കാലം വരുന്ന. അന്ന് വേണ്ടത് ഒരു കൂട്ടം ആടുകളായിരിക്കണം. നബി തങ്ങൾ പറയാം, ആട് എന്തെന്നറിയോ? പുല്ലുകളുള്ള കുന്നിൻ പുറത്തേക്ക്, മലമുകളിലേക്ക് ആടുകളുടെ കയറും പിടിച്ചൊരാണ് പോകുന്ന കാലം വരും. നല്ല മഴ പെയ്ത് പുല്ല് മുളക്കുന്നിടത്തേക്ക് ഒരു കൂട്ടൻ ആട്ടിൻ പറ്റങ്ങള്. വാഹനമുണ്ട്, ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, ബൈക്കുണ്ട്, എല്ലാമുണ്ട്. അതൊന്നും വേണ്ട. ഒന്നും അറിയാതെ, ഒരു ഫോൺ പോലും കയ്യിൽ വെക്കാതെ, ഒന്നും നോക്കാതെ ആടുകളുടെ കയറ് പിടിച്ച് മനുഷ്യൻ നടക്കുന്ന കാലം വരും. അവന്റെ ദീന് നഷ്ടപ്പെടും. ആ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആടുകളുടെ കയറ് പിടിച്ച് മലമുകളിലേക്ക് മനുഷ്യൻ കയറി പോകുന്ന ഒരു കാലം വരും. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ദീന് നഷ്ടപ്പെടുകയാണ്, ഈമാൻ നഷ്ടപ്പെടും. മനുഷ്യർ പറയുന്ന വാക്കുകൾ ഒരു സങ്കോചവും, ഒരു പേടിയും, ഒരു ചിന്തയും പോലും ഇല്ലാതെ, ഭവിഷ്യത്ത് പോലും ആലോചിക്കാതെ നിരീശ്വരവാദം, ഹബീബിനെ കുറിച്ച് മോശമായിട്ട്, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച്, പടച്ചതമ്പുരാൻ ഇല്ലെന്ന് പറയുകയും, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അബൂജഹലോ ഉത്ബയോ ഷൈബയോ അബൂലഹബോ അല്ല ഈ പറയുന്നത്. നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാൻ ചെന്നതാണ്. അവരുടെ പ്രൊഫസർമാർ യുക്തിവാദികളായിരിക്കാം. അത് കേട്ടിട്ട് നമ്മുടെ മക്കൾ പറയാൻ, കണ്ടില്ലേ, മതമില്ലാത്ത ഇന്ന രാജ്യത്ത് നല്ല സന്തോഷമുണ്ട്, ലോകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരാൾ. എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. യുക്തിവാദികൾ പറയാനുള്ളത്, ഇത് രാജ്യത്തിന്റെ പേര് പറഞ്ഞു, ഓർമ്മല്ല, ഫിൻലാൻഡ് ആണെന്ന് തോന്നുന്നു. ഫിൻലാൻഡ് ആണല്ലോ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു മതവിശ്വാസികളും ഇല്ലാത്ത ഒരു നാട് ഫിൻലാൻഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഏതൊരു കണക്ക് പറഞ്ഞു, ആരോ ഉണ്ടാക്കിയ സർവേയിൽ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ആ നാട്ടിലാണ് അത്ര. ഡെൻമാർക്ക് ആണെന്നാ പറഞ്ഞത്. ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് അടുത്ത്. അപ്പൊ ഡെൻമാർക്ക് ആണ് അത്ര. കാരണം യുക്തിവാദി ഉണ്ടാക്കിയ വീഡിയോ ആണ്. കാരണം പറഞ്ഞതേ, അവിടുത്തെ ക്രിമിനൽ, അവിടെ ക്രിമിനലുകളില്ല, അവിടെ കൊലപാതകങ്ങളില്ല, തട്ടിക്കൊണ്ടുപോകലില്ല, അവിടുത്തെ ബീച്ചുകൾ സുരക്ഷിതമാണ്, പാർക്കുകൾ സുരക്ഷിതമാണ്, റോഡുകൾ സുരക്ഷിതമാണ്. പ്രത്യേകത തന്നെ, അവർക്കൊന്നും മതമില്ല. അതിന്റെ പേരിൽ ആളെനിക്ക് വിട്ടു തന്നത്, ഇതിന് എന്താ നമ്മൾ മറുപടി പറയാന്ന് പറഞ്ഞിട്ട്, ആളെ മകനോ ആരോ വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ മറുപടി വിശദമായിട്ട് പറയാനും എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പോഴെനിക്ക് ഓർമ്മ. അപ്പോൾ എന്താ സംഗതി എന്നറിയോ? എക്സാം നടക്കുന്നുണ്ട്, സങ്കല്പിക്കുക. കുട്ടികളോട്, മക്കളോട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ? മക്കളെ പുസ്തകം എടുത്ത് പഠിക്കേ, ഭയങ്കര ഉറപ്പായിരിക്കും. പറഞ്ഞു, മക്കളെ നിങ്ങൾ റിലാക്സ് ആയിട്ട് നടന്നോളൂ കേട്ടോ, ഒന്നും പഠിക്കണ്ട, തുറന്നു നോക്കുന്ന വേണ്ട, നിങ്ങൾ പഠിക്കൊരുങ്ങൊന്നും വേണ്ട, അങ്ങനെ നടന്നോളൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ
പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു, ഈ വീട്ടിലാണ് കേട്ടോ ഇപ്പൊ നല്ല സന്തോഷമുള്ള, ഈ നാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുള്ളത് ഈ പെരയിലാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണ് ഇപ്പൊ ഡെൻമാർക്കിന്റെ കഥ. വ്യഭിചാരം കുഴപ്പമില്ല, പിന്നെ ഇതിൽ തട്ടിക്കൊണ്ടോണം. സർവ്വ റോട്ടിലും ബീച്ചിലും തന്നെ പരിപാടി, ഇഷ്ടംപോലെ കള്ളും. നാളെ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ടെന്ന ബോധവുമില്ല. ഈ ജീവൻ തന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നും വിശ്വസിക്കണില്ല. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നും വിശ്വാസമല്ല. ഞങ്ങൾ ഹാപ്പിയാണ്, പരീക്ഷ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, റിവൈസ് ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല, എനിക്ക് ജയിക്കണം എന്ന് ആഗ്രഹമല്ല എന്നൊരാൾ പറഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടവാനാണെന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ എൻ്റെ ഉത്തരം. ഈ മണ്ടത്തരങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുക. അതുകൊണ്ട് മതമില്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്താ പറയണത്? ആകത്ത് കൊണ്ടുവരുന്നത് അതാ. മരിച്ചുപോയാൽ ഒരു അക്കൗണ്ടബിലിറ്റി, നമുക്കൊരു ഉത്തരവാദിത്വ ബോധം, ഈ ജീവൻ തന്ന പടച്ചതമ്പുരാനൊരു മറുപടി. ഇത് പറയണമെന്ന് ചിന്തിക്കുന്നവനാണ് മതവിശ്വാസി, ഇസ്ലാം വിശ്വാസി. അതാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇസ്ലാമിന്റെ ആ ഒരു സർവ്വലൗകികതയിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. എല്ലാ മതങ്ങളോടുമുള്ള റെസ്പെക്റ്റും ആദരവും ബഹുമാനവും മതവിശ്വാസികളോടുള്ള എല്ലാ കടപ്പാടും മാനിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ഈ മനോഹാരിത നമുക്ക് മറ്റിടങ്ങളിൽ കാണാൻ കഴിയില്ല. ആ ഒരു തത്വം അംഗീകരിക്കുക പ്രയാസമാണ്. പരീക്ഷയ്ക്ക് കുട്ടികളോട് പഠിക്കുന്നു പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല. ഈ ഉമ്മ എപ്പോഴും പഠിപ്പിക്കുക, ഈ വാപ്പക്ക് ഇതിനെ പറയാനുള്ളൂ, മക്കൾ പറയും. പക്ഷെ അവർ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയാൽ അവർ പറയും, അന്ന് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ ഉന്നതിയിലെത്തി. അന്ന് എന്നെ നീ കളിക്കാൻ പോയിക്കും മോനെ, നാളെ ഉറങ്ങണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഏതെങ്കിലും റെസ്റ്റോറന്റിന്റെ പ്ലേറ്റ് കയറാൻ നിൽക്കുന്നുണ്ടാവും. ഇപ്പോ സ്വന്തം മക്കള് വാപ്പയെ ആ നേരത്തെ ഇഷ്ടപ്പെടില്ല. മനുഷ്യനും അങ്ങനെയാണ്. ദീനനുസരിച്ച് ജീവിക്കുക, നീ മദ്യപിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, തോന്നിവാസം ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുപ്പ് വരും. പക്ഷെ നാളെ പരലോകത്തെത്തി അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ റബ്ബേ, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻ ഹാദാ, പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ. അന്ന് ലോകത്ത് അതൊക്കെ പറഞ്ഞതനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ലേ എനിക്കത് സാധ്യമായത്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ എന്ന് നാളെ ഒരു സന്തോഷം വരും. ഇന്നത്തെ ഈ വിഷമം സാരല്ലതൊക്കെ മറന്നു പോകും. എന്തേ? ഇതൊരു നന്മയ്ക്ക് വേണ്ടിയാണ്. മക്കളെ എക്സാമിന് പഠിക്കാൻ വേണ്ടി നമ്മൾ അവരെ നിർബന്ധിക്കുന്ന പോലെ അവർക്കത് ഇഷ്ടപ്പെടില്ല. പക്ഷേ അവർ ജീവിതത്തിൽ മുന്നോട്ടെത്തുമ്പോൾ അവർ തിരിച്ചറിയും, അതൊരു നന്മക്കായിരുന്നു ഞാൻ ചെയ്തത്. ഇതൊന്നും പഠിക്കാതെ വലിയ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ് എന്തർത്ഥമാണിത്? എന്താണ് ഇവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്? ഇതാണ് ഇന്നത്തെ ഫ്രീ തിങ്കിങ്. ഇന്നത്തെ ഒരു വലിയൊരു ഡേഞ്ചർ ഇതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നു, യൂഷിക്കു അൻ യകൂന ഖൈറു മാലിൽ മർഇൽ മുസ്ലിമി ഗനമുൻ യതതബ്ബഉ ബിഹാ ശഗഫൽ ജിബാലി വമവാഖിഅൽ ഖത്രി യഫിറു ബിദീനിഹി മിനൽ ഫിതൻ യതബഉ ബിഹാ എന്നും റിവായത്തുണ്ട്. ഒരു ആട്ടിൻപറ്റങ്ങളെയും തെളിച്ച് മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന ആട്ടിൻപറ്റങ്ങളാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറയും. സർവമാന തിന്മകളെ മനുഷ്യന്മാർ നിസ്സങ്കോചം കുഫറിന്റെയും ഫിസ്കിന്റെയും ലഅനത്തിന്റെയും വാക്കുകൾ പറയുകയും അവര് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലം, അങ്ങാടികളിൽ നമ്മുടെ പെൺ സഹോദരി, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികള് അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം പ്രകടിപ്പിച്ച് തിന്മകളിലേക്ക് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രീതി. ഞങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് അന്യ പുരുഷന്മാർക്കിടയിലേക്ക് ഇടപഴകുമ്പോൾ അത്ര പുരട്ടി ഇറങ്ങിയാൽ, അവര് സുഗന്ധം പൂശി ഇറങ്ങിയാൽ, അവരുടെ ബന്ധുക്കളോ അവരുടെ സഹോദരിമാരായ കൂട്ടുകാരികളോ അല്ല, അന്യ പുരുഷന്മാരിലേക്ക് അവൾ അത്ര പൂശി ഇറങ്ങിയാൽ നാട്ടുകാരൊക്കെ റോട്ടിലുള്ളവരൊക്കെ എന്റെ സുഗന്ധം അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചെയ്തതെങ്കിൽ അവൾ അത്ര പൂശി വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങേണ്ടി വന്നു. ആരോപണം അതല്ല, അവളുടെ ഉദ്ദേശം തന്നെ അതാ. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതാരെങ്കിലും ഒക്കെ മണത്തിട്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞാൽ അവൾ ഒന്നും ചെയ്തിട്ടില്ല, സുഗന്ധം പൂശിയിട്ടാണ് അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങിയതെങ്കിൽ അവൾ വ്യഭിചാരം ചെയ്തവളാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരുപാട് കണ്ണുകൾ അവളെ തേടി വന്നു. കണ്ണുകൾ ചെയ്യുന്ന വ്യഭിചാരമാണത്. ഇത് കാണുന്ന ചുറ്റുപാടുകൾ വരും.
തറക്തു അലാ ഉമ്മതി ഫിത്നതൻ അശദ്ദ അലാ റിജാലി മിനൻ നിസാ. മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ ഫിത്ന വരുന്നത് പെണ്ണുങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഫിത്നകൾ വരുന്നത്, പരീക്ഷണങ്ങൾ വരുന്നത് കല്യാണം കഴിച്ചവർക്കും അല്ലാത്തവർക്കും പരീക്ഷണം വരുന്നത് അന്യ പെണ്ണുങ്ങളുടെ വഴിയിലൂടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടുകളിൽ വാട്സപ്പും ഫോണും അതും ഇതും എല്ലാ സംവിധാനങ്ങളും ഫേസ്ബുക്കും ഒക്കെ. അള്ളാന്റെ കലാമ് പോലും ഖുർആൻ എന്ന അള്ളാന്റെ കിതാബ് മാസങ്ങളായി നോക്കാത്ത ആളുകളാണ് ഡെയിലി മണിക്കൂറുകൾ ഫേസ്ബുക്ക് എന്ന കിതാബിന് സമയം ചെലവഴിക്കുന്നത്. എത്ര വലിയ യോഗമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം വീണ്ടും 40ഓളം വർഷം ജീവിച്ച മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഓതുന്നത് മഹദിയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കള് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളടക്കമുള്ളവർ കേൾക്കാറുണ്ട്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അല്ലാഹു മലക്കുകളോട് പറയും, മനുഷ്യരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയണം. അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്നഹും മസ്ഊലൂൻ. അവരെ നാം ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അവരെന്നോട് മറുപടി പറയണം. ഒരു കോടതിയിൽ ജഡ്ജിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ എന്തൊരു പേടിയായിരിക്കും. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഹിസാബിന് വരുന്ന രംഗം അല്ലാഹു പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതുകയാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. സൂറത്തുസ് സ്വാഫാത്ത്. അങ്ങനെ ഓതി ഓതി മഹദി കരയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ സഹോദരിമാരും അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് കണ്ണ് നനയുന്നുണ്ടോ? فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുഹാ നിസ്കാരത്തിൽ ഈ രണ്ടായത്തുകൾ ആവർത്തിച്ച് മണിക്കൂറുകളോളം നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് ആയിഷ ബീവി. فمن الله علينا ووقانا عذاب السموم. അള്ളാഹുവിന്റെ കടുത്ത അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഈ നരകത്തിന്റെ മീതെ അള്ളാഹു സ്ഥാപിച്ച പാലമായ സിറാത്ത്, ആ പാലം കടക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമായിരുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടല്ലയോ നമ്മളത് കടന്നു വന്നത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നവരായിരുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അള്ളാഹുവാണ് ഏറ്റവും നല്ല കരുണ നൽകുന്നവൻ, അവനാണ് ഗുണം ചെയ്യുന്നവൻ. ആ റബ്ബിനോട് ഒരുപാട് നമ്മൾ ദുആ ഇരക്കാറുണ്ടായിരുന്നല്ലോ. റബ്ബേ, ഞങ്ങളെ സിറാത്തിൽ നിന്ന് നീ കാത്ത് രക്ഷിക്കണേ, സിറാത്തിൽ താഴെ വീഴാതെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ ദുആ ഇരക്കുമായിരുന്നല്ലോ എന്ന് അല്ലാഹു തആല പറയുന്ന ഭാഗം ദുഹാ നിസ്കാരത്തിൽ ബീവി റളിയല്ലാഹു അൻഹ 1 മണിക്കൂറിലേറെ നേരം നിന്ന് നൃത്തത്തിൽ ആവർത്തിച്ച് ഓതിയിട്ടുണ്ടത്രേ. ആഖിറം ചിന്തയുള്ള ഒരാൾക്ക് ആഖിറവുമായി എൻഗേജ് ആവാൻ ഇഷ്ടം പോലെ there are a lot of reasons to be engaged by Allah and his messenger in the thoughts of akhirah. ലോകത്തിന്റെ the day of resurrection, day of recompense, പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കാൻ ഒരുപാടുണ്ട് നമുക്ക്. ഇത് കുറഞ്ഞ സമയമാണ്, എപ്പോൾ പോകുന്നറിയില്ല. വല്ലാത്തൊരു ടിക്കറ്റ് നമ്മുടെ കയ്യിൽ പഠിച്ചോണ്ട് തന്നത്. എപ്പോഴാ ഫ്ലൈറ്റ് എന്ന് അറിയില്ല. അങ്ങണ്ട ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു ജനിച്ചപ്പം തന്നെ. ഫ്ലൈറ്റ് ഏതാന്നും പറഞ്ഞു. പൈലറ്റ് ആരാണത് കൊണ്ടുപോകുന്നത്? മലക്കുൽ മൗത്ത്. എപ്പോഴാ, എന്നാ ഡേറ്റ് അറിയില്ല. എപ്പോഴും പോണ്ടി വരും. പെട്ടെന്നാ വിളിക്കാം, റെഡി ആയിക്കൊണ്ടേ. അങ്ങനത്തെ ഒരു ടിക്കറ്റാ കയ്യിൽ തന്നത്. അതും പിടിച്ചിട്ട് നമ്മൾ ഈ 2 സെന്റ് ഭൂമിക്ക് വേണ്ടി തെറ്റിയിട്ടും വണങ്ങിയിട്ടും ഉമ്മാനെ പുറത്താക്കിയിട്ടും വാപ്പാനെ അടിച്ചു ഓടിച്ചിട്ടും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുകയും നന്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത് തിന്മകളെ നബിതങ്ങൾ പ്രതിരോധിച്ചതും സാരോപദേശം നൽകിയതുമായ ഹബീബിന്റെ ആ ഒരു ജീവിത രീതിയും ഹബീബിന്റെ ഇത്തിബാഉം ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.